ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. ഒരു 10 ആളുടെ മുന്നിലേക്ക് ഒരു മേജർ ലീഗോ ടൂർണമെന്റ് അറിയിക്കാനാണ്ടല്ലോ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറവാണ് അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പ്ലെയറിന് നിങ്ങളുടെ മുന്നിലുണ്ടാവില്ല എന്താണെങ്കിലും അല്ലാണ്ട് വിളിച്ചുകൊണ്ടേ കളിച്ച് ടൂർണമെന്റിലേക്ക് അറിയി കഴിയുമ്പോൾ അത്രയും ആ ഒരു ലീഗിലോ അല്ലെങ്കിൽ ടൂർണമെന്റിൽ അത്രയും മോശം കളി കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടാവില്ല. എന്നാൽ അവന് ചീത്തപ്പേരുമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വല്ല കളിയൊക്കെ കളിക്കണം, അവന്റെ കളി കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നടവി അവരിലും വലിയ ആ നാട്ടിലെ കിങ് അവനായിരിക്കും അല്ലേ? അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ കൂട്ടത്തില്ല, അവനൊന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഇത് അവനുള്ള വീഡിയോ ആണ്, അവന് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മെൻഷൻ ചെയ്യണമല്ലേ അവന് ഉപകാരപ്രദമായിട്ട്, അല്ലെങ്കിൽ അയച്ചു കൊടുത്തേരി വേറെ ഒന്നും ഉണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ആ ഒരു നാട്ടിൽ അവൻ അജാതി കളി കളിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ കിങ്ങും എക്സ്പെർട്ട് ആണ്, നല്ലൊരു കളിക്കാരനാണ് അവൻ, ആ നാട്ടിൽ നല്ലൊരു കളിക്കാരനാണ്, ആ കൂട്ടത്തിൽ നല്ലൊരു കളിക്കാരനാണ്. എന്നാൽ അവൻ ടൂർണമെന്റിൽ പോകുമ്പോഴല്ലോ അവിടെ ഒരു രാജാവല്ല, അവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, ഒരുപാട് കിങ്ങുമാരുണ്ട്. അപ്പോൾ ഏകദേശം നോക്കുമ്പോഴല്ലോ അവന്റെ കളി അവൻ അവിടെ എടുക്കുന്നുണ്ട്. എന്നാലും പുറത്ത് നിന്നാണെങ്കിലും രണ്ട് കമന്റ് അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമല്ലേ, എന്ത് കളിയാവും ഇവന് ഇങ്ങനെ അല്ലെങ്കിൽ ഇവന് ഭയങ്കര കളിക്കാരനാണ്. ഇവൻ നമ്മുടെ നാട്ടിലേക്ക് എന്താ ഒരു കളി 10 പേരുടെ മുന്നിലേക്ക് ഒരു മേജർ ലീഗിലെ ടൂർണമെന്റിനെ കൊണ്ടുവന്നെങ്കിൽ ഇവന് ഇത്രയും മോശം കളിക്കുന്ന ഒരു അത് അവന്റെ കുഴപ്പമില്ല, കാണുന്ന നിന്റെ കുഴപ്പമാണ്. സത്യം അതാണ്, സത്യമായിട്ടും അത് തന്നെയാണ്. കാരണം അവൻ അവന്റെ കളി അന്നും ഇന്നും എന്നും എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ അവന്റെ കോൺഫിഡൻസ് ചോർന്നു പോയിട്ടോ, അല്ലെങ്കിൽ അത് അവൻ പേടിയായിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കളിച്ച് കഴിഞ്ഞാൽ അവന് ഒരിക്കലും പേടി എന്ന് പറയുന്നത് അവന്റെ ആ ടെൻഷൻ മാറി കിട്ടും. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മാച്ച്, അത് ഏത് മാച്ച് ആണെങ്കിലും ഫസ്റ്റ് മാച്ചിലാണ് അവന് അത്രയും വലിയൊരു എന്താ പറയുക ഒരു പ്രഷർ. അത് എത്ര വലിയ പ്ലെയർ ആണെങ്കിൽ കൂടി പ്രഷർ ഇല്ലാത്ത ഫുട്ബോൾ ഒരു കളിയില്ല, വെറുതെ സിമ്പിൾ ആയിട്ട് കളിക്കുന്ന അവൻ ലോകത്തിലെ കളിക്കാരനായിട്ട് മാറും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പറയുന്നവരുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കുന്നത് നല്ലതാണ്. അവൻ അവന്റെ കളി അന്നും ഇന്നും എടുക്കുന്നുണ്ട്. അവിടെ ഒരു രാജാവല്ല, ആ ടൂർണമെന്റ് ലീഗ് മേജർ കളികളിലൊക്കെ വരുമ്പോൾ ഒരുപാട് രാജാക്കന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരും ആ ഒരു കൂട്ടത്തിൽ ഒരുത്തൻ മാത്രമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പല സ്ഥലത്തും അനുഭവവും കേൾവിയും അതും ഇതുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. അപ്പോൾ ഇത് അവന് ഉപകാരപ്പെടും കേട്ടോ.